ശ്രേഷ്ഠഭാവയെ സ്വീകരിക്കാൻ വിശ്വാസയാത്ര ചെയ്ത് 98 വയസ്സിൽ പിറവം അമ്മച്ചി സമ്മേളനത്തിനെത്തിയത് വിശ്വാസികൾക്ക് ആവേശമായി. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ആമ്പൂൻ മോർ ബസേലിയോസ് ജോസഫ് ശ്രേഷ്ഠ കാത്തോലിക്ക ബാവയെ സ്വീകരിക്കാൻ പ്രായത്തിനെയും ഉച്ചവെയിലും വകവയ്ക്കാതെ 98 വയസ്സിലും സഭാ ആസ്ഥാനത്തെത്തിയത് അത്ഭുത കാഴ്ചയായി. 2019 സഭാതർക്കത്തിൽ സ്വന്തം ഇടവക പിറവം രാജാതിരാജ യാക്കോബായ സുറിയാനി പള്ളി മെത്രാൻ കക്ഷി വിഭാഗം പിടിച്ചെടുക്കുന്നതിനെതിരെ വിശ്വാസവും പള്ളിയും സംരക്ഷിക്കുവാൻ ഇടവകയിലെ ഏറ്റവും പ്രായം കൂടിയ ഇടവകാംഗമായ പാറപ്പാലിൽ അച്ചാമ്മച്ചേട്ടത്തി മുന്നിൽ നിന്നിരുന്നു. പള്ളി നഷ്ടപ്പെടുമ്പോൾ പ്രാർത്ഥിച്ചിരുന്ന അമ്മച്ചിയെ വനിതാ പോലീസുകാർ കസേരയിലിരുത്തി പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കേരളീയ സമൂഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാഴ്ചയുമായിരുന്നു. ചെറുപ്പം മുതൽ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെയും പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസത്തെയും മുറുകെ പിടിച്ച അച്ചാമ്മച്ചേടത്തി ഇതോടെ മലങ്കരയിൽ സഭാവിശ്വാസികളുടെ സ്വന്തം പിറവം അമ്മച്ചിയായി. ലെബനോനിൽ നിന്ന് സ്ഥാനാരോഹണത്തിന് ശേഷം ഞായറാഴ്ച കൊച്ചിയിലെത്തിയ ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവയെ കാണാൻ മകൻ ബേബിയും മരുമകൾ ഡെയ്സി, പേരമക്കളായ അശ്വതി, ഇവാറോസ് എന്നിവരുമായി അമ്മച്ചി നെടുമ്പാശ്ശേരിയിലെത്തി. തുടർന്ന് ശ്രേഷ്ഠഭാവയെ എയർപോർട്ടിൽ നിന്ന് സഭാ ആസ്ഥാനത്തേക്കുള്ള യാത്രയിൽ അനുഗമിച്ചു. സഭാ ആസ്ഥാനം പുത്തൻകുരിശിലെ പാത്രിയാർക്ക സെന്ററിലെത്തിയപ്പോൾ മകൻ അമ്മയെ തോളിലേറ്റി ബാവയുടെ അടുത്തെത്തിച്ചു. ഏറെ ആഗ്രഹമായിരുന്ന ശ്രേഷ്ഠഭാവയ്ക്ക് പൂച്ചെണ്ടും നൽകി. വിശ്വാസികളോടൊപ്പം അന്ത്യോക്യ മലങ്കര ബന്ധം നീണാൾ വാഴട്ടെയെന്ന് അമ്മച്ചി ഏറ്റുപറഞ്ഞു. കൊച്ചുനാൾ മുതൽ ശ്രേഷ്ഠഭാവയെ അമ്മച്ചിക്ക് അറിയാം. പരിശുദ്ധ പരിമല തിരുമേനിയുടെ 4ാം തലമുറയിൽപ്പെട്ട സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്ക ബാവയെ സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അമ്മച്ചി പറഞ്ഞു. സൂന്ത്രോണീസ ശുശ്രൂഷകളെല്ലാം പന്തലിലെ മുൻനിരയിൽ ഇരുന്ന് വലിയ LED സ്ക്രീനിൽ കൺകുളിർക്കെ കണ്ടു. അനുമോദനം കണ്ടപ്പോൾ ശ്രേഷ്ഠ ബാവയെയും മറ്റും വേദിയിലെത്തി കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച അമ്മച്ചി പിന്നീട് വേദിയിൽ ശ്രേഷ്ഠ ബാവയുടെ അടുത്തെത്തി ആശീർവാദം വാങ്ങി. ബാവയും മറ്റ് സഹമെത്രോപൊലിത്തമാരും സ്നേഹത്തോടെ ഉമ്മയും നൽകിയത് ജീവിതത്തിൽ അവിസ്മരണീയ നിമിഷമായി. തന്റെ ദീർഘായുസിനിടയിലും ദൈവവിശ്വാസവും സഭാവിശ്വാസവും മരവിപ്പിക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കരുതിയ അമ്മച്ചിയുടെ വിശ്വാസവും സഭയോടുള്ള സ്നേഹവും വിശ്വാസികൾക്ക് വലിയ പ്രചോദനമായി. സഭയുടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുക എന്നതാണ് അമ്മച്ചിക്ക് ഏറെ സന്തോഷം പകരുന്നത്. അമ്മയുടെ ആഗ്രഹം മകൻ ബേബിയും കുടുംബവും ഇന്നുവരെ നിറവേറ്റി. മാർത്താമറിയം സമാജം അംഗമായ അമ്മച്ചിക്ക് സ്വന്തം ഇടവക പിറവം രാജാതിരാജ പള്ളി പിടിച്ചെടുത്ത് ഏറെ വേദനയായി. നഷ്ടപ്പെട്ടതിന് ശേഷം നടന്ന പ്രതിഷേധങ്ങളിലും പ്രായത്തെ വകവയ്ക്കാതെ അമ്മച്ചി മുൻനിരയിൽ തന്നെയായിരുന്നു. പുതിയ പള്ളി പണിയുവാൻ 1 ലക്ഷത്തിലധികം രൂപ ആദ്യത്തെ സംഭാവന നൽകിയതും അമ്മച്ചിയായിരുന്നു. ആരാധനയ്ക്കായി യാക്കോബായ വിശ്വാസികൾ പുതിയതായി സെന്റ് മേരീസ് കോൺഗ്രിഗേഷൻ പണിതപ്പോൾ പള്ളിയിൽ നൽകിയ കൽക്കുരിശും അമ്മച്ചിയുടെ വകയാണ്. ആഗമന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മോറോൻ മോർ ഇഗ്നാത്തിയോസ് അപ്രൈം 2ാമൻ പാത്രിയാർക്കിസ് ബാവയോടും കാലം ചെയ്ത പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവയോടും ഏറെ വാത്സല്യമായിരുന്നു. കുരിശുപള്ളി നഷ്ടമായ കൂത്താട്ടുകുളം കാരമല കോഴിപ്പള്ളിയിൽ കുരിശുപള്ളി പണിയുമ്പോൾ 11 സെന്റ് സ്ഥലവും അമ്മച്ചി സൗജന്യമായി നൽകിയതും വിശ്വാസത്തിന്റെ തീക്ഷ്ണതയുടെ നേർസാക്ഷ്യമായി. നഷ്ടപ്പെട്ട മാതൃദേവാലയം ഉൾപ്പെടെ നഷ്ടപ്പെട്ട മലങ്കരയിലെ എല്ലാ പള്ളികളും തിരിച്ചു കിട്ടുമെന്ന പ്രാർത്ഥനയിലാണ് സഭയുടെ പിറവം അമ്മച്ചി.